അങ്ങനെ വളർന്നത്. ഇന്നിപ്പോൾ എന്താ, അധ്യാപകർക്ക് തല്ലാൻ പാടില്ല, അധ്യാപകർക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, പാപ്പാക്ക് തല്ലാൻ പാടില്ല, ആർക്കും പോലീസുകാർക്ക് തല്ലാൻ പാടില്ല, പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പാടില്ല. ആരത്? ഗവൺമെൻറ്റിൻ്റെ നിയമം. ഓർക്കൊന്നും കൂടി പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുക്കണം, ഓർക്കൊരു ഹീറോയിസം തോന്നണം. ഇനി എല്ലാ കുട്ടികൾക്കും തോന്നണം നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ, വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റും, ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ തോന്നണം. ഇങ്ങനെ പോണത്. അധ്യാപകർക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, അധ്യാപകർ തല്ലാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുട്ടികൾ ഇങ്ങോട്ട് അധ്യാപകരെ തല്ലാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണ്ടേ, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ. അധ്യാപകരെ ഏതാനും തന്നില്ല, എന്നാൽ കുട്ടികൾ അങ്ങോട്ട് എല്ലാം തുടങ്ങി. മാതാപിതാക്കൾ ഇങ്ങോട്ടൊന്നും ചെയ്യണില്ല, കുട്ടികൾ അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ കൂട്ടത്തിലുള്ള അമീർ ഇങ്ങോട്ട് വന്നു. ആരെടുക്കൽ? ഈ മന്ത്രി അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആ രാജാവിനോട് പറയണം, മനസ്സിലാക്കണം, ദുൽഖർനൈനി മനസ്സിലായിട്ടുണ്ട്, ആ രാജാവിനോട് പറയണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് പോകാം, അദ്ദേഹത്തോട് വിട്ടോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഞങ്ങൾ രണ്ടുപേരില്ല. ഇനി അദ്ദേഹത്തിന് ഞങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു, അല്ല ഞങ്ങൾ അങ്ങോട്ട് വരില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ പഠിപ്പിച്ച് സഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ തെറ്റ് കാണുമ്പോൾ നല്ല കൊട്ട് കൊടുത്തിട്ടേ കൊട്ട് കൊടുത്ത് വളർത്തിയ കുട്ടികളാണെങ്കിലുണ്ടല്ലോ, നമ്മളെ ഗുരുനാഥൻ പറയും, തല്ലുക തലോടുക, തല്ലിയാൽ മാത്രം പോരാ, തല്ലിയത് എന്തിനാണെന്നുള്ള കുട്ടിക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തല്ലാനാ പാടുള്ളൂ, അല്ലാതെ എന്താ പീഡിപ്പിക്കരുത്, അക്രമം ചെയ്യരുത് കുട്ടികളോട്. ചെറിയ തല്ലൊക്കെ തല്ലണം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, മനസ്സിലാക്കി കൊടുക്കുക, ഇന്നതിനാ മോനെ തല്ലിയത് എന്ന്. എന്നിട്ട് അതുമാത്രം പോരാ, സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവനോട് പെരുമാറണം. അവന് ആവശ്യമുള്ള കാര്യങ്ങളും ഹലാലായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ തന്നെ നിങ്ങൾ തന്നെ അത് വാപ്പന്നെ ചെയ്തു കൊടുക്കും വേണം. അതോടുകൂടി തെറ്റ് കാണുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം, ഗൗരവപ്പെടേണ്ടത് ഗൗരവപ്പെടന്നെ വേണം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, ഈ കൊട്ടും കുന്തം കിട്ടുമ്പോൾ കുട്ടിക്ക് ചെറുപ്പം മുതലേ സഹിച്ചിട്ടുള്ളൊരു പരിചയം ഉണ്ടാവും. കുട്ടികൾക്ക് ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവേകം ബുദ്ധിയും വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു താലാനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അള്ളാഹു ആരാണ്, അവൻ്റെ പ്രവർത്തനം എന്താണ്, അവൻ എന്തിനെല്ലാം കഴിവുള്ളവനാണ്, ഇതൊക്കെ അവനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അവനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, അവന് നമുക്ക് എന്തെല്ലാമാണ് ചെയ്തു തരുന്നത്, ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടി നേരാവും. അങ്ങനെയാണ്. ദുനിയാവിനോടുള്ള മഹബത്താണ് എല്ലാത്തിൻ്റെയും നാരായ വേര്. മനസ്സിലായി? മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു സഹാബാക്കളെ പോലും ദുനിയാവ് പറ്റിച്ചിട്ടുണ്ട്, സഹാബാക്കളെ പോലും വിട്ടിട്ടില്ല. മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ ഈ റംസാൻ ഷരീഫിൽ അല്ലാഹു തആല ജീവിപ്പിക്കുകയും അൽഹംദുലില്ലാ മാത്രമല്ല അല്ലാഹു തആല അവൻ തൃപ്തിപ്പെട്ട സൽക്കർമ്മങ്ങളിലായി മുഴുകി മുന്നോട്ട് പോകുവാനുള്ള ഉന്നതമായ തൗഫീഖ് നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, റംസാൻ ഷരീഫിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാപങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട്. എന്നാൽ
പരിപൂർണമായി വേരോടുകൂടി നമുക്ക് ഈ പാപങ്ങളെ പിഴുതെറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര കണ്ട് നമ്മൾ പാപങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ചാലും ശരി, ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന വേര് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വീണ്ടും ഈ പാപങ്ങൾ നമ്മൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോകണം. ഈ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ എല്ലാവർക്കും അറിയാം. എന്തിനാണ് റംസാൻ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭയഭക്തി, അല്ലാഹു തആലാൻ്റെ വിധിവിലക്കുകളെ, അല്ലാഹു തആലാൻ്റെ വിശ്വാസാദർശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്ന അടിമകളായി മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ അടിസ്ഥാന കാര്യം നമ്മളിൽ നിന്ന് പോകണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ഈ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഈ റമദാൻ മാസം ഫലപ്പെടണമെങ്കിൽ നമ്മൾക്ക് ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഓട്ടയുള്ള, നമ്മളിപ്പോൾ ടാങ്കിൽ വെള്ളം അടിക്കുമല്ലോ, വീട്ടിലേക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന് ഉപയോഗത്തിന് വേണ്ടി ടാങ്കിലേക്ക് വെള്ളം അടിക്കും. പക്ഷേ ടാങ്കിൽ ദ്വാരങ്ങളുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം അടിച്ചാലും ശരി, ആ ദ്വാരം അടക്കാത്ത കാലത്തോളം ആ വെള്ളം ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്രകാരമാണ് റംസാൻ മാസത്തിൽ നമ്മൾ ഈ പാപങ്ങൾ വരാൻ ഉതകുന്നതായ ദ്വാരങ്ങൾ അടക്കാതെ, പാപങ്ങളാകുന്ന ദ്വാരങ്ങൾ പൂർണ്ണമായി അടക്കാതെ നമ്മൾ ഖുർആൻ ഖത്വം തീർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നോമ്പ് നോൽക്കുന്നു, അപ്രകാരം തന്നെ തറാവീഹ് നിസ്കരിക്കുന്നു, ഇങ്ങനെയുള്ള മറ്റു സൽക്കർമ്മങ്ങൾ ദിക്റുകളിലും മുഴുകുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ശരി, നമ്മൾക്ക് ഈ ദ്വാരം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, അത് ഫലം ചെയ്യൂല. കാരണം അതെല്ലാം ഈ ദ്വാരത്തിലൂടെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. മഹാനായ നമ്മളുടെ നേതാവായ മൗല അമീറുൽ മുഅ്മിനീൻ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു ആപ്തവാക്യമുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇയ്യാക്കും വഹുബ്ബദ് ദുനിയ ഫഇന്നഹാ റഅസു കുല്ലി ഖത്വിഅത്തിൻ വബാബു കുല്ലി ബലിയത്തിൻ. എന്താ പറഞ്ഞത്? ഇയ്യാക്കും വഹുബ്ബദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനോടുള്ള ഇഷ്ടത്തെ, ദുനിയാവിനോടുള്ള മഹബത്തിനെ, ദുനിയാവിനോടുള്ള സ്നേഹത്തെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താ? ഫഇന്നഹാ റഅസു കുല്ലി ഖത്വിഅത്തിൻ, തീർച്ചയായും അത് എല്ലാ തിന്മകളുടെയും തലപ്പാണ്, എല്ലാ തിന്മകളുടെയും പാപങ്ങളുടെ ഹെഡാണ് ദുനിയാവിനോടുള്ള സ്നേഹം. വബാബു കുല്ലി ബലിയത്തിൻ, എല്ലാ ബലാ മുസീബത്തുകളുടെയും എല്ലാ ആപത്തുകളുടെയും വാതിലുമാണ്. ദുനിയാവിനോടുള്ള മഹബത്താണ് നേരത്തെ പറഞ്ഞ ഈ എല്ലാ പാപങ്ങളുടെയും തലപ്പ്. ദുനിയാവിനോടുള്ള മഹബത്ത്, ഈ സ്നേഹം നമ്മളെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി വേരോടെ നീക്കം ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ തെറ്റുകളിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് അതിന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, നമ്മളിൽ വരുന്ന പല വലിയ ബലാകൾ, പല ആപത്തുകളും നമ്മുടെ പാപങ്ങളെ കൊണ്ടുമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ദുനിയാവിനോടുള്ള മഹബത്ത്. എന്തിനാണ് ദുനിയാവ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറേ സ്വത്ത്, സമ്പത്ത്, ഇതൊന്നും ഉണ്ടാവലല്ല ദുനിയാവ്. ദുനിയാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ നഹാക അൻ ദിക്രി മൗലാക ഫഹുവ ദുനിയാക. ഏതൊന്ന് നിന്റെ മൗലയായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സ്മരണയെ തൊട്ട്, ദിക്റിനെ തൊട്ട് നിന്നെ വിലങ്ങുന്നുവോ, അതാണ് നിന്റെ ദുനിയാവ്. ഇതാണ് മഹാന്മാരുടെ തീരുമാനം. ദുനിയാവ് ഉണ്ടാവലല്ല, ദുനിയാവിനോടുള്ള ഹുബ്ബ് ഉണ്ടാവലാണ് പ്രശ്നം. ദുനിയാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള അമ്പിയാക്കൾ, അതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിനെ പോലെ, അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനെ പോലെ, നിസാമുദ്ദീൻ ഔലിയായെ പോലെയുള്ള മഹാന്മാരായ മശായിഖന്മാർ, ഇവർക്കൊക്കെ എത്രയോ ദുനിയാവ് ഉണ്ടായിരുന്നു. ദുനിയാവിൻ്റെ ആളുകൾ പോലും, രാജാക്കന്മാർ പോലും അവരുടെ അടുക്കൽ ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ അവരൊന്നും എന്തല്ല, ഈ പറഞ്ഞ പോലെയുള്ള വിലക്കപ്പെട്ട ദുനിയാവായിരുന്നില്ല അത്. കാരണം അവർക്ക് അതിനുള്ള ഹുബ്ബുണ്ടായിരുന്നില്ല. അതിനവർ ആഗ്രഹിച്ചിട്ടേ ഇല്ല, അവർക്കത് വലുതായിട്ടേ ഇല്ല. അവർക്ക് വലുതെന്തായിരുന്നു? അല്ലാഹു അക്ബർ.
അവർക്ക് വലുത് അള്ളാഹു ആയിരുന്നു, ദുനിയാവ് അവർക്ക് വലുതേ ആയിരുന്നില്ല. ദുനിയാവിന് അള്ളാഹു അവർക്ക് നൽകിയെങ്കിലും അതിനെ അവർ സ്നേഹിച്ചില്ല, അതിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കാനുണ്ടായത്. കാരണം എന്താ? ദുനിയാവ് സാധാരണ ഇപ്പോൾ ഒരു സാധനം വലുതാവില്ല എപ്പോഴും നമുക്ക് ഏതൊന്നാണോ പ്രയോജനം, നമുക്ക് എന്തൊന്നു കൊണ്ട് പ്രയോജനം കിട്ടുന്നു, നമ്മുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നു, ആരെക്കൊണ്ട് നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു, അത് നമുക്ക് വലുതാണ് അല്ലേ? അതന്നല്ലേ അതാ സംഭവം. അപ്പം നമ്മൾക്ക് എന്താ, നമുക്ക് പണം ഉണ്ടെങ്കിൽ കാര്യമുണ്ട്. ഇവിടെ തന്നെ പലരും നിൽക്കുന്നത് പണം ഉണ്ടെങ്കിൽ, പ്രതാപമുണ്ടോ, ഇജ്ജത്തുണ്ട്, ദുനിയാ ഒരു സ്ഥാനവും മാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുണ്ട്, നമുക്കതുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ അതാണ് ദുനിയാവ് നമ്മൾ. അപ്പം എന്താ, ഇതുകൊണ്ട് കാര്യമുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഇത് കിട്ടാൻ വേണ്ടിയുള്ള ആർത്തിയായി, ഇത് കൂടുതൽ സംഭരിക്കാനുള്ള ആഗ്രഹമായി. അതാ സമ്മതം. അത് തെറ്റാണ്. അല്ലാതെ ജോലി ചെയ്യുന്നതിനോ പണം സമ്പാദിക്കുന്നതിനോ അല്ല, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണം സമ്പാദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനും, നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ചെലവിൻ്റെ കീഴിൽ ജീവിക്കുന്ന അള്ളാഹു തആല ആക്കി തന്ന നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ഇവർക്കുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപജീവനമാർഗം ചെയ്യുന്നതിനോ സമ്പാദിക്കുന്നതിനോ ഒന്നും ഇസ്ലാം എതിരല്ല. മറിച്ച് ഇതിനോടുള്ള ഹുബ്ബ് കാരണത്താൽ ഇതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് മനസ്സിലാവുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ നോക്കും, അതിനുള്ള നെട്ടോട്ടായി. അപ്പോൾ എന്തായി എനിക്ക് വലുത്? അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ടെങ്കിലും വലുതൊക്കെ എന്തായിരിക്കും? അൽ ഫുലൂസു അക്ബർ, ഇതായിരിക്കും വലുത്. പണമായിരിക്കും വലുത്, അള്ളാഹു വലുതായിരിക്കില്ല. അള്ളാഹു വലുതാവുന്നത് ആർക്കാണ്? അള്ളാഹിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്, അള്ളാഹുവിനെ കൊണ്ട് ഉപകാരം സിദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, ആ ആൾക്കാണ് അള്ളാഹ് വലുതാവുള്ളൂ. കാരണം അള്ളാഹിനെ കൊണ്ട് കാര്യമുണ്ട്. മറ്റേ അള്ളാഹിനെ കൊണ്ട് എന്ത് കാര്യം? പണം ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടായി എന്നുള്ള അങ്ങനെയാണ് അനുഭവങ്ങൾ, ആളുകളുടെ അനുഭവങ്ങൾ. പക്ഷെ അവർ തിരിച്ചറിവില്ലായിട്ടാണ്, ആളുകൾ തെറ്റിദ്ധരിക്കാണ് ഇതുകൊണ്ടാണ്. അങ്ങനെയല്ല, അങ്ങനെയൊന്നല്ല. നോട്ട് കെട്ടുകൾ ഇങ്ങനെ കൂട്ടി വെച്ചു, ബാങ്ക് ബാലൻസിൻ്റെ എല്ലാം ഉണ്ട്. ഒരൊറ്റ ഭൂകമ്പം ഉണ്ടായ എല്ലാം പോയില്ലേ? നീ ഉണ്ടാക്കിയതായ സൗധം, ഇരുനില കെട്ടിടം അല്ലെങ്കിൽ 3 നില കെട്ടിടം, ആഡംബര വീട്, അതിനുള്ളിൽ നീ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. നാളെകളിലുള്ള ഉന്നതമായ എന്താ പറയുക, സുഖകരമായ ജീവിതത്തെപ്പറ്റി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നീ ഉറങ്ങുകയാണ്, നീയും നിൻ്റെ ഭാര്യയും കുട്ടികളും. ഒരൊറ്റ കിലുക്കലല്ല കിലുക്കിയിട്ടുണ്ടെങ്കിൽ ആ 3 നില കെട്ടിടത്തിൻ്റെ ടെറസിൻ്റെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ എല്ലാം കൂടി നിൻ്റെ മേലക്കാണ്ട് വീണ് നീ ആകെ ചപ്പിളി വിളിയായി. എവിടെ പോയി? നിന്റെ തലമുറ പോലും ഇല്ലാതായി. നിനക്ക് നീ അങ്ങനെ ഉണ്ടായിരുന്നു ഭൂമിയിൽ, നീയും നീ കുടുംബവും ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇല്ലാതായി മാറി. ആ അവസ്ഥയിലേക്ക് എത്തൂലേ? അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എവിടെ പോയി? ദുനിയാവുണ്ടല്ലോ, ഈ പണം അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ ഈ തിരിച്ചറിവ് ജനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ വലുതാക്കി കണ്ടു. വലിയ അപകടമാണ്. നമ്മൾ വിചാരിക്കുമോ നമ്മളൊന്നും അങ്ങനെ കാണണില്ല. മക്കളെ, അങ്ങനല്ല. നമ്മളിലുണ്ടോ എന്ന് വളരെയധികം ചിന്തിക്കണം. നമ്മൾക്ക് ഈ ദുനിയാവ് കൊണ്ട് ഈ ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ കുറഞ്ഞ കാല ജീവിതം കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. മഹാനായ ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹി, ദുൽഖർനൈനി ചക്രവർത്തി, ലോകം ഭരിച്ച ചക്രവർത്തിമാരിൽപ്പെട്ട ഒരു ചക്രവർത്തിയാണ് ദുൽഖർനൈൻ. ഏത്? മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ചക്രവർത്തിമാരിലുള്ള, ലോകം മുഴുവൻ ഭരിച്ച ചക്രവർത്തിമാരിലുള്ള സ്വാലിഹായ ചക്രവർത്തിമാരിൽ ഒരാളാണ് ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇഷ്ടംപോലെ മന്ത്രിമാരും പാരാവങ്ങളുമാരും ഒരു യാത്ര തുടരുകയാണ്. അങ്ങനെ പോയിട്ട് ഒരു കാട്, ഒരു കാട്ടിലെത്തി. ഒരു ഭാഗത്ത് ദൂരെയുണ്ട് ഒരു മലഞ്ചെരു പോലത്തെ ഒരു സ്ഥലത്തുണ്ട്. അവിടെ കുറേ കുഴിമാടങ്ങൾ വെട്ടിയിരിക്കുകയാണ്, ഖബറുകൾ. അവിടെ കുറച്ച് വെള്ള വസ്ത്രധാരികളായ കുറേ ആളുകളെ കാണുന്നു. ഒരു വിചിത്രമായിട്ട് കാടിനുള്ളിൽ എന്താണ് ഇങ്ങനെ ഒരു പ്രദേശം? അപ്പോൾ മൂപ്പരെല്ലാവരോടും പറഞ്ഞു, മന്ത്രിമാരോടും മറ്റും, അവിടെ നിൽക്ക്, ഞാനൊന്ന് ഇവരെ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. ആ കുഴി അപ്പോൾ അദ്ദേഹം ഇവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി 1-2 ദിവസം അവിടെ തങ്ങാൻ തീരുമാനിച്ചു. അവരറിയാതെ അവർ വീക്ഷിച്ചു. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ എല്ലാ പ്രഭാതത്തിലും അവർ വന്നും കണ്ട് ആ കുഴിമാടത്തിൽ വന്നും കണ്ട് ഇങ്ങനെ അവിടെ കുറച്ച് നേരം നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവർ അവിടെ എന്തിട്ട് നിസ്കാരവും കാര്യമൊക്കെ അവിടെയാണ്, ഇബാദത്തൊക്കെ അവിടെ തന്നെയാണ്, കുഴിമാടത്തിനടുത്ത് ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. അവരങ്ങനെ അവരടുത്ത് മൃഗങ്ങളെ ഒന്നും കാണുന്നില്ല. ഭക്ഷണത്തിന് പുല്ലുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ പുല്ലും പുഷ്പങ്ങൾ, കായ്ക്കനികൾ, അതൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത്.
ഇവർക്ക് അത്ഭുതമായി. ഇദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയെ വിട്ടു, അംഗരക്ഷകനെ വിട്ടുങ്ങാണ്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അവർ പോയി, ഞങ്ങൾ ദുൽഖർനൈനി രാജാവിൻ്റെ മന്ത്രിയാണ് ഞാൻ, അദ്ദേഹം പറഞ്ഞു വിട്ടതാണ് നിങ്ങളുടെ നേതാവുമായിട്ട്, നിങ്ങൾ അമീറുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അമീറൊന്ന് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ കൂട്ടത്തിലുള്ള അമീർ ഇങ്ങോട്ട് വന്നു. ആരടുക്കൽ? ഈ മന്ത്രിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആ രാജാവിനോട് പറയണം, മനസ്സിലാക്കണം, ദുൽഖർനൈനി മനസ്സിലായിട്ടുണ്ട്, ആ രാജാവിനോട് പറയണം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് പോകാം, അദ്ദേഹത്തോട് വിട്ടോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഞങ്ങൾ രണ്ടുപേരില്ല. ഇനി അദ്ദേഹത്തിന് ഞങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയാം, അല്ല ഞങ്ങൾ അങ്ങോട്ട് വരില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. അദ്ദേഹം നേരെ പോയി ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അത് സത്യമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇദ്ദേഹം അങ്ങോട്ട് ചെന്നു, ഈ നേതാവിനെ കണ്ടു, ഈ നേതാവിനോട് പറഞ്ഞു. നേതാവിനെ കണ്ടപ്പോൾ നേതാവ് അങ്ങോട്ട് ചോദിച്ചു, ഇവരുടെ അമീർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ്. എന്തിനാണ് നിങ്ങൾ ഈ കുഴിമാടങ്ങൾ, നിങ്ങൾ ഓരോരുത്തർക്കും കണക്കനുസരിച്ച് കുഴിമാടിൽ ഖബർ വെട്ടിയിരിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ നേതാവ് പറഞ്ഞു, ഈ കുഴിമാടകൾ വെട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ദുനിയാവിനോടുള്ള വെറുപ്പുകൊണ്ട് ഇവിടെ വന്നതാണ്, ദുനിയാവ് ഞങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദുനിയാവിനോടുള്ള ചിന്തയും ദുനിയാവിനോടുള്ള ആസക്തിയും ഞങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അടുക്കുന്നതിനെ വിലങ്ങുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കുഴിമാടുണ്ടാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ പഴയ ജീവിതത്തിലേക്കുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വരാതിരിക്കാനാണ്. ഞങ്ങളെല്ലാ പ്രഭാതത്തിലും ഇവിടെ വരും, ഈ കുഴിമാട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് പോകാനുള്ളതാണ്, ഈ കുറഞ്ഞ കാല ജീവിതത്തിലേക്ക്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോകേണ്ടത്. എത്ര സുഖം ഇവിടെ ആസ്വദിച്ചാലും എത്ര പണം ഇവിടെ ഞങ്ങൾ കരസ്ഥാക്കിയാലും വീണ്ടും പോകേണ്ട സ്ഥലം ഇത് തന്നെയല്ലേ എന്നുള്ള ചിന്ത വരുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പഴയതിലേക്ക് പോകാനുള്ള ചിന്ത വരില്ല. അതുകൊണ്ടാണ് ഈ ഖബറിടങ്ങൾ ഞങ്ങളിങ്ങനെ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് അഥവാ വല്ല ആഗ്രഹവും ദുനിയാവിനോട് വരുന്നുണ്ടെങ്കിൽ തന്നെ അതില്ലാതായി മാറും, ഞങ്ങൾ വീണ്ടും നല്ല ജീവിതത്തിലേക്ക് ഞങ്ങൾ കിടക്കും. മാത്രമല്ല ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ മരണശേഷമുള്ള ജീവിതം ഞങ്ങൾക്ക് ഓർമ്മ വരികയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ഒരു പ്രേരണ, ഒരു പ്രോത്സാഹനം ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചു, എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കുറച്ച് ആടുകളെയും മറ്റും മൃഗങ്ങളെ തരാം, നിങ്ങൾക്ക് എന്തിനാണ് ഈ ഇലയും മറ്റും ഭക്ഷിക്കുന്നത്, അതിൽ നിന്ന് പാലൊക്കെ കറന്ന് നിങ്ങൾക്ക് പാലൊക്കെ കുടിച്ച് വേണമെങ്കിൽ മറ്റുള്ള വിധത്തിലും അവരെ ഉപയോഗിക്കാം, നിങ്ങൾ തന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ആശയം വരുന്ന വാക്ക് ചോദിച്ചു. അവർ പറഞ്ഞു, അപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ കായ്ക്കനികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇലകളും മറ്റും തന്നെ ഞങ്ങൾക്ക് എമ്പാടുമാണ്, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെന്തിനാ മറ്റുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നോക്കേണ്ട കാര്യം, പിന്നെ ആ ജീവികൾ ആ മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരില്ലേ, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്കതില്ലാതെയും ജീവിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത്ര ഐശ്വര്യമുള്ള ഈ അവസ്ഥ കണ്ടപ്പോൾ ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ വലിയാണ് മഹാനവറുകൾ പറഞ്ഞു, ഈ ചക്രവർത്തി പറഞ്ഞു, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുമോ, നിങ്ങളുടെ കൂടെ എനിക്കും കൂടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നേതാവ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ കൂടെ കൂടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ കുറേ ശത്രുക്കളുള്ളവരാണ്, ഞങ്ങൾക്ക് ശത്രുക്കളില്ലേ ഇല്ല. നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഞങ്ങൾക്ക് ശത്രുക്കളില്ല. അത് ദുൽഖർനൈനി റഹ്മത്തുള്ളാഹിക്ക് മനസ്സിലായില്ല. അതെന്താ നിങ്ങൾ പറയണത്, നിങ്ങൾക്ക് ശത്രുക്കളില്ല എന്നും ഞങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്ന് പറയണത്, അത് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, നിങ്ങളിൽ നിന്ന് അവർ കിട്ടിക്കൊള്ളുന്നുമില്ല. അപ്പോൾ അദ്ദേഹം നിങ്ങളുള്ള പണം കണ്ടിട്ട് ആഗ്രഹിക്കുന്നത് കാരണത്താൽ, നിങ്ങളിൽ നിന്ന് പലതും അവർ കിട്ടാതെ കാരണത്താൽ നിങ്ങളെ ശത്രുക്കളായി മാറാം. 2, പ്രജകളിൽ നിന്നും പലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ അവരനുസരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാരണത്താൽ അപ്പോഴും
പ്രജകളിൽ നിന്ന് പലരും നിങ്ങൾ ശത്രുക്കളാവും. കാരണം നിങ്ങൾ അനുസരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത പല ആളുകളുണ്ടാവും. എന്നാൽ ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ ഒരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്തവരാണ്. ഞങ്ങളിൽ നിന്ന് ദുനിയാവില്ലാത്തതുകൊണ്ട് ഞങ്ങളിൽ നിന്നും ആരുമൊന്നും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾക്ക് ശത്രുക്കളില്ല. മറ്റുള്ളവരിൽ നിന്നും വല്ലതും പ്രതീക്ഷിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹം പോകുന്നത്. ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. ഇത് കേട്ടപ്പോൾ സന്തോഷവും തോന്നി. വിഷമം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സുന്ദരമായ അവസ്ഥ എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം. അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ മടങ്ങിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. മുകാശഫത്തുൽ ഖുലൂബിലൊക്കെ ഇത് ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. ദുൽഖർനൈൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സംഭാഷണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കണം, അല്ലാഹുവിൻ്റെ റസൂലെ, അവിടുന്ന് എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. അതിന് ആ കാര്യം എങ്ങനത്തെ കാര്യമാണെന്ന് വെച്ചാൽ, അത് കാരണത്താൽ അത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവും എന്നെ സ്നേഹിക്കണം, ജനങ്ങളും എന്നെ സ്നേഹിക്കണം. അത് വല്ലാത്ത ചോദ്യമാണല്ലോ. അള്ളയെ സ്നേഹിക്കണം, ഓക്കെ, ജനങ്ങളും സ്നേഹിക്കണം. അങ്ങനത്തെ ഒരു കാര്യം അള്ളാഹിൻ്റെ റസൂലെ പറഞ്ഞിരുമെന്ന് വെച്ചു. ഇത് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി തന്റെ സ്വഹീഹിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വഹീഹിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക അല്ലാഹു അസ്സ വജല്ല. നീ ദുനിയാവിൽ വിരക്തിയുള്ളവനായി മാറി, അല്ലാഹു അസ്സ വജല്ല നിന്നെ സ്നേഹിക്കും. അതായത് ദുനിയാവിനോടുള്ള ഇഷ്ടം, ദുനിയാവിനോടുള്ള ആകർഷണം, ദുനിയാവിനോടുള്ള താല്പര്യം നിന്റെ മനസ്സിൽ നിന്ന് പോകണം. അതിനകത്തോട്ട് നീ വിരക്തിയിൽ ഏർപ്പെടും. അതിനോട് നീ ആഗ്രഹിക്കല്ല, ദുനിയാവിനെ ആഗ്രഹിക്കാതിരിക്കും. എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. കണ്ടോ, അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ ദുനിയാവ് ഇല്ലാതിരിക്കാനല്ല പറഞ്ഞത്, ദുനിയാവിനോടുള്ള ഹുബ്ബ്, ദുനിയാവ് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം നീ ഒഴിവാക്ക്. അപ്പം അള്ളാഹ് നിന്നെ സ്നേഹിക്കും. കാരണം എന്താ? ആഗ്രഹം എപ്പോഴും വരുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് ഉപകാരം ഉണ്ടാവും, ഒരു കാര്യം കൂടി എനിക്ക് ഉപകാരം വരും എന്ന് മനസ്സിലാവുമ്പോഴല്ലേ ആഗ്രഹം ഉണ്ടാവുക. അപ്പം നീ ഈ ദുനിയാവിന് ഉപകാരം ചെയ്യില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ മനസ്സിലാക്കി, പിന്നെയോ അള്ളാഹു മാത്രമാണ് നിനക്ക് ഉപകാരം ചെയ്യുന്നതെന്നുള്ള യാഥാർത്ഥ്യവും ഹഖീഖത്തും നീ മനസ്സിലാക്കി, നീ പൂർണ്ണ തൗഹീദിലേക്ക് നീ വന്നു. ഉപകാരം ചെയ്യുന്നവനായ അള്ളാഹിനെ മാത്രം നീ ലക്ഷ്യമാക്കി, അള്ളാഹ് നിന്നെ സ്നേഹിച്ചു. ദുനിയാവിനോടുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സ്നേഹം പ്രതീക്ഷിക്കണ്ട എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അള്ളാഹു തആലാന്റെ മഅരിഫത്ത് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അള്ളാഹിൻ്റെ സാമീപ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പല ആളുകളും കാണാം ഈ ദുനിയാവിൻ്റെ ഹുബ്ബിലായിട്ട് ജനങ്ങളിൽ നിന്ന് പണം ചൂഷണം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കൽ പോയിട്ട് വലയിൽ പോയി പെടുന്നത് കാണാം. കള്ള ശൈഖന്മാരെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, അവരെടുത്ത് നിന്ന് എങ്ങനെ അള്ളാഹിനെ കിട്ടും? അവർ തന്നെ ദുനിയാവിനെ ആഗ്രഹിക്കുമ്പോൾ ദുനിയാവിനോടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാം ഉള്ളത്. ഉപകാരം ചെയ്യാനുള്ള കഴിവും അള്ളാഹ്ക്കുള്ളത്. അള്ളാഹു തആല ഇറാദത്ത് ചെയ്യാതെ ഒരു വസ്തുവിനോ ഒരു സൃഷ്ടിക്കോ നമുക്ക് ഒന്നും തരാൻ പറ്റില്ല. ഒരു ചെറിയ ഉപകാരം പോലും ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എന്താ പറഞ്ഞത് ഈ സഹാബിയോട്? ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബക അല്ലാഹു അസ്സ വജല്ല. നീ ദുനിയാവിൽ വിരക്തിയുള്ളവനായി മാറ്, എങ്കിൽ അല്ലാഹു അസ്സ വജല്ല നിന്നെ സ്നേഹിക്കും. വസ്ഹദ് ഫീമാ ഫീ ഐദിൻ നാസി യുഹിബ്ബക അന്നാസു. വസ്ഹദ് ഫീമാ ഫീ ഐദിൻ നാസി, ജനങ്ങളുടെ കരങ്ങളിൽ ഉള്ളതിനെ തൊട്ട് നീ എന്ത് ചെയ്യണം? വിരക്തിയാക്കി. വസ്ഹദ്, നീ വിരക്തിയുള്ളവനാവുക. ഫീമാ ഫീ ഐദിൻ നാസി, ജനങ്ങളുടെ കരങ്ങളിൽ ഉള്ള ഒന്നിൽ നീ വിരക്തിയുള്ളവനാകും. ജനങ്ങളുടെ പോക്കറ്റിലേക്ക് നീ നോക്കല്ലേ. ജനങ്ങളെ പോക്കറ്റിലുള്ളത് ഇരിക്കുവാണെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ നിന്നെ വെറുക്കും. ആരെ പോക്കറ്റിലുള്ളതിന് ആഗ്രഹിക്കാതെ, ഒരു സൃഷ്ടിയിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ആഗ്രഹം പോകണം. ആഗ്രഹം പോയാൽ ഉടായ്പൊന്നും ഉണ്ടാവില്ല. ജനങ്ങളെ തൊട്ട് ഇങ്ങനെ നേരിട്ട് ചോദിക്കൂല ചിലവർ, പക്ഷെ ഉള്ളിൽ ഉടായ്പ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് വേറൊരു രീതിയിൽ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് എൻ്റെ പോക്കറ്റിലേക്ക് വരണം, അതിനെന്തെങ്കിലുമൊക്കെ ഉടായിപ്പ് ഒപ്പിക്കുക, ഐഡിയ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് പാടില്ല. എന്താ വേണ്ടത്? ആഗ്രഹം തന്നെ പോകണം. അപ്പോൾ ഉടായിപ്പൊന്നും ഉണ്ടാവില്ല. ജനങ്ങളിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പായാൽ അവർ നമ്മളെ സ്നേഹിക്കും. കാരണം അവർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസമില്ല. അവരടുത്ത് പോയി നമ്മളെ ചോദിച്ച് ശല്യം ചെയ്യുക ഒന്നും ഉണ്ടാവില്ല. അവരിൽ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവർക്ക് നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാവും. എത്ര നല്ലൊരു പോയിന്റ് റസൂലുള്ളാഹി പറഞ്ഞു. ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബകല്ലാഹു അസ്സ വജല്ല വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബകന്നാസ്. ഈ ദുനിയാവിൽ വിരക്തിയുള്ളവരായി മാറ്. ദുനിയാവിൽ നീ ദുനിയാവിനെ ആശിക്കാത്ത, ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള ഇഷ്ടം, ദുനിയാവിനെ തേടിക്കൊണ്ടുള്ള ദുനിയാവ് സംഭരിക്കണം, ദുനിയാവ് കരസ്ഥമാക്കണം എന്നുള്ള ആഗ്രഹത്തെ നീ മാറ്റിൻ്റെ മനസ്സിൽ നിന്ന്. ദുനിയാവിനോടുള്ള ഇഷ്ടം തന്നെ വേണ്ട എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. അതുപോലെ തന്നെ ജനങ്ങളുടെ പോക്കറ്റിലുള്ളതിനെ, ജനങ്ങളുടെ പേഴ്സിലുള്ളതിനെ, ജനങ്ങളുടെ ബാങ്കിലുള്ളതിനെ, ജനങ്ങളുടെ കരങ്ങളിലുള്ളതിനെ നീ ഒഴിവാക്ക്. അതിനെ നീ ഇഷ്ടപ്പെടാതിരിക്കുക. ഒഴിവാക്കുന്ന പറഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടം വേണ്ട, അതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക, താല്പര്യപ്പെടാതിരിക്കുക, അതിനോട് വിരക്തി ഉണ്ടാവുക, ഇഷ്ടമില്ലാതാവുക. എങ്കിലെന്താ? യുഹിബ്ബകന്നാസ്, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. അൽഹംദുലില്ലാഹ്, ഈ അവസ്ഥ നമ്മളിലുണ്ടാവണം. ഈ അവസ്ഥ ഉണ്ടാവുമ്പോൾ അള്ളാഹു വലുതായി നമ്മൾക്ക്. നമ്മളെടുക്കൽ അള്ളാഹുവാണ് വലുത്, മറ്റത് സൃഷ്ടികളായിരിക്കും നമ്മൾക്ക് വലുത്. ഏതൊന്നാണോ നമുക്ക് ഉപകരിക്കുന്നുണ്ടോ അത് വലുതായിരിക്കും. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ എനിക്ക് ഉപകാരം ചെയ്യുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കണം എങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങും, അള്ളാഹിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഖുർആൻ എടുത്ത് നോക്കിയാൽ, ഹദീസ് എടുത്ത് നോക്കിയാൽ എല്ലാം വളരെ വ്യക്തമാണ്. എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നൽകിയതിനെ തടയുന്നവനില്ല, അള്ളാഹു തടഞ്ഞതിനെ നൽകുന്നവനുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അള്ളാഹു നീ നൽകിയതിനെ തടയുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്നവനുമില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രവർത്തന പദത്തിൽ നമ്മൾ ആശയം അതായിട്ട് മാറിയിട്ടില്ല. ആശയം അതായി മാറണമെങ്കിൽ ഇത് ആശയമായി മാറിയ ഒരു മുത്തഖിയായ, ഒരു ആരിഫായ ഒരു വ്യക്തിയുടെ സഹവാസത്തിലും തെർബിയത്തിലും കൂടണം. നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് വരും, അതറിയാതെ പകർന്നു വരും നമ്മളിലേക്ക്. ഭാഷ പോലും, ഭാഷയുടെ ശൈലി പോലും, ടോണ് പോലും മാറും. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ ഭാഷയാണ്. ഏതെങ്കിലും കൂടുതൽ ഭൂരിഭാഗം ആളുകളും ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലയുടെ ആളുകളുമായിട്ടാണ് നമ്മുടെ റൂമിൽ കൂടുതൽ താമസമെങ്കിൽ, അല്ലെങ്കിൽ ഇടപാടുകൾ എങ്കിൽ, അറിയാതെ കണ്ട് അവരുടെ ഭാഷയുടെ ശൈലി പോലും നമ്മുടെ ഭാഷയുടെ ശൈലിയായി മാറിയുണ്ടാവും. നമ്മുടെ നാട്ടുഭാഷയുടെ ശൈലി മാറി അവരുടെ ശൈലിയായി മാറിയുണ്ടാവും. അല്ലേ? ഇത് എന്താണ്? സ്വഭാവം ആദ്യം മാറിയിരിക്കണം. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇത് മാത്രം. അതിൻ്റെ അടയാളമാണ് പുറമേ കൂടെ വരുന്നത്. അപ്പം ഈ ആള് ഉള്ളിൽ മുഴുവൻ കാര്യങ്ങളൊക്കെ, ഇതപ്പോൾ ഞാൻ തൊപ്പിയുണ്ട്, താടിയുണ്ട്, നീളം വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ ചിന്തകളൊക്കെ ഈ ബിസിനസ്സിൻ്റെ ചിന്തകളും, ഇതാണ് നമ്മളെ കാര്യം നടത്തണമെങ്കിൽ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കൂടുതൽ അടുത്ത ബിസിനസ് എന്താണ്, അതിലിഞ്ഞിപ്പോൾ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും, ആരുടെയൊക്കെ കൂടെ, ആരൊക്കെ, അങ്ങനെയുള്ള ചിന്തകൾ ആണ് എൻ്റെ ഉള്ളിലെങ്കിൽ. കാരണം എനിക്കെൻ്റെ ഭാര്യയും കാര്യവും കുട്ടികളൊക്കെ പോറ്റണ്ടേ. അപ്പോൾ ആ കാര്യം ചിന്തയും മാത്രമായിട്ട് അങ്ങനെ നടക്കുകയാണ്. കാരണം ഞാൻ ഈ വേഷവും കാര്യമൊക്കെയാണ്, വയൽ പറഞ്ഞാളൊക്കെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ കൂടുതൽ സഹവസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ ആശയമാണ് പകരം. അങ്ങനെയാണത്. അയാൾക്കും ഈ ചിന്തകളും കാര്യങ്ങളും വരും. കാരണം എൻ്റെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിഷം പോലെ ചീറ്റിക്കൊണ്ടിരിക്കും പുറമേക്ക്. അപ്പം ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നേരെ അതേ സ്ഥാനത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിന് എന്താക്കിയിട്ടില്ല, ഇതിൻ്റെ കാര്യകർത്താവായി വെച്ചിട്ടില്ല. ഇതിലൂടെയൊക്കെ മുത്തുനബി ശരിക്ക് സഹാബാക്കൾ കൊടുത്ത അതേ ആശയമാണ്. അവരും ജോലി ചെയ്തിരുന്നു, അവരും ദുനിയാവ് വെക്കുന്ന ആളായിരുന്നു. അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ വഫാത്തായപ്പോൾ, അവർ മരണപ്പെട്ടപ്പോൾ, ഇന്തിഖാലായപ്പോൾ സ്വർണത്തിൻ്റെ ഇഷ്ടികയായിരുന്നു അനന്തരം കൊടുത്തിരുന്നു. അത്ര വലിയ പണക്കാരനായിരുന്നു. അങ്ങനെ സഹാബാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഹുബ്ബേ ഉണ്ടായിരുന്നില്ല, അതിനാഗ്രഹിച്ചിട്ടേ ഇല്ല. അള്ളാഹു അവർക്ക് മുഖദ്ദറായി വെച്ച ആ ദുനിയാവ് അവരിലേക്ക് വന്നു, റാഹത്തായി. പക്ഷെ അവരതിനെ ആഗ്രഹിച്ചില്ല. അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിന് അവർക്ക് മടിയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിന് മറ്റും കാണുന്നത്. ഇതല്ല, എന്നെ പോറ്റുന്നവൻ അള്ളയാണ്. അള്ള താൽക്കാലികമായി ഇപ്പോൾ ബിസിനസ് തന്നു, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നെ പോറ്റുന്നത് അള്ളയാണ്. ഇനി ഇത് നഷ്ടപ്പെട്ടാലും എനിക്ക് വിഷമിക്കാനൊന്നുമില്ല. കാരണം എന്താ, എന്നെ പോറ്റണ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള യഖീനാണ് എനിക്ക്. എങ്കിൽ ഇത് നഷ്ടപ്പെടുന്ന എനിക്ക് വിഷമം ഉണ്ടാവില്ല. ഇത് കൂടുതലായിട്ട് വലിയ ആഗ്രഹവും വല്ലാത്തതും ഉണ്ടാവില്ല. കാരണം എന്താ, ഇത് കൂടുതലായത് കൊണ്ട് എനിക്ക് അള്ള ഉദ്ദേശിക്കാത്ത ഒരു അരിമണി ഈ ദുനിയാവ് കൂടുതൽ കൊണ്ട് എനിക്ക് കിട്ടൂല, എൻ്റെ കുട്ടികൾക്കും കിട്ടൂല. ചിലപ്പോൾ ദുനിയാവ് കൂടി ഉണ്ടോ, അതിനുള്ള രോഗവും വരും, ആ പൈസ അങ്ങനെയും പോകും. അള്ള ഉദ്ദേശിച്ചാലേ വരുള്ളൂ. അപ്പം അള്ളാഹു എനിക്ക് വല്ല ബർക്കത്തും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവ് ഇല്ലാതെയും ബർക്കത്ത് വെക്കും. ഇങ്ങനെ അള്ളാഹുവുമായിട്ടാണ് കണക്ട് എങ്കിൽ, ഞാൻ അതിൻ്റെ ഹാലന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് അത് അങ്ങനെ കൺവേർട്ടായി പോകും. കാരണം കൂടെ എപ്പോഴും നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ പരിശീലനം കിട്ടും. ഞാൻ എങ്ങനെയാ ചെയ്യുന്ന പരിശീലനം കിട്ടും. ഇതാണ് വേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ ഖുർആനിൽ എല്ലാവർക്കും അറിയാൻ പറയണതാണ്. പരിശുദ്ധ ഖുർആനിൽ ഇത് വ്യക്തമായിട്ട് എല്ലാം പറയുന്നുണ്ട്, ഹദീസിലും ഇതൊക്കെ തന്നെ പറയണത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതില്ലാത്ത എന്താണ് കാരണം, ഇത് അവസ്ഥയിലാക്കിയ ആളുകളുമായി നമുക്ക് സഹവാസമില്ല. മറിച്ച് നമ്മൾക്ക് ചെറുപ്പം മുതലേ കാണുന്നത് മുഴുവൻ ഈ ദുനിയാവ് കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുന്നതാണ്. അപ്പം ഇത് വലുതാണ് നമുക്ക്. കാശ് കൊണ്ട് കാര്യം. അപ്പോൾ അൽ ഫുലൂസു അക്ബർ, അള്ളാഹു അക്ബർ നാവിൽ മാത്രം. മുനാഫിക്ക് കപട വിശ്വാസികളെ പോലെ നാവിൽ അതുണ്ട്. കാശ് വലുതാണെന്നതിൻ്റെ തെളിവെന്താണ്, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ കിട്ടുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ ഒരു വിഷയം വന്നു, പക്ഷെ കാശ് നല്ല കിട്ടുന്നൊരു സംഭവം വന്നാൽ ഇതാണ് മാറ്റി വെക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ ആഗ്രഹം നമുക്ക് വന്നു കഴിഞ്ഞാൽ പല തെറ്റുകളും നമ്മൾ ചെയ്യും. ദുനിയാവ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹം വന്നാൽ ഇനി എങ്ങനെയൊക്കെ പണം സമ്പാദിക്കണം. ചിലപ്പോൾ ഞാൻ പണ്ഡിതനായിരിക്കാം, പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ ദുനിയാവിലെ മഹബത്ത് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പണം ഈ ദുനിയാവ് സമ്പാദിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ തേടിപ്പോവും. അപ്പം അത് ഹലാലും ഹറാമും ചിലപ്പോൾ നോക്കില്ല. അതിന് യൂട്യൂബിൻ്റെ വരുമാനമായാലും വേണ്ടില്ല, ഇനി പലിശൻ്റെതായാലും വേണം, അതിനൊക്കെ വേറെ എന്തെങ്കിലും മസാലകൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇത് ഹലാലാക്കാൻ വല്ല മാർഗമുണ്ടോ നോക്കിയിട്ട് അത് സംഭരിക്കാൻ നോക്കും. കാരണം എന്താ, കാര്യം നടത്തുന്ന അതാണ് വിശ്വാസം. വിശ്വാസത്തിലേ പ്രശ്നം വന്നിട്ടുണ്ട്, വിശ്വാസത്തിലേ ദാരിദ്ര്യം വന്നിട്ടുണ്ട്. ഓനെ അള്ളാനെ വേണ്ട വിധത്തിൽ വിശ്വസിച്ചിട്ടേ ഇല്ല. അള്ളാഹിൻ്റെ ദീനിനെ പറ്റി അവൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയണത്, ഇത് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ നാവുകൊണ്ട് പറയണതും ചെവി കൊണ്ട് കേൾക്കുന്നതും അത് ശരിയായ നിലയിൽ സത്യമാവണമെങ്കിൽ അള്ളാഹു അക്ബർ എന്നുള്ള ആശയം ഉൾക്കൊണ്ട് അള്ളാഹിനെ തന്നെ വലിയവനായി പറയുകയും കാണുകയും അറിയുകയും എത്തിക്കുകയും ചെയ്യുന്ന ഒരു ആരിഫായ ഒരു എന്താ പറയുക, ഒലിയിൻ്റെ ഒരു ആരിഫായ മുത്തഖിയായ ഒരു വ്യക്തിയുടെ ശിക്ഷണം സ്വീകരിച്ച് ശരിയാക്കണം. അതെല്ലാവർക്കും അനിവാര്യമാണെന്നൊക്കെ പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും മക്കളെ, നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ പ്രയാസപ്പെട്ടു പോകും. നമ്മൾ മാത്രമാണ്, മക്കളും കഷ്ടപ്പെടും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവാണ് വലിയ, ഈ ദുനിയാവെന്നെല്ലാം എന്നുള്ളിടത്തേക്ക് ഇന്ന് കുട്ടികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലുതാണ് എന്ന് ഉള്ളിലെത്തണ്ടേ? വലുതാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അനുഭവിക്കണ്ടേ? നമ്മൾ പറയും അള്ളാഹാണ് ഭക്ഷണം നൽകുന്നവൻ, അള്ളാഹുവാണ് വെള്ളം നൽകുന്നതിനും ഒക്കെ നൽകണമൊക്കെ അള്ളാഹാണ്, നമ്മൾ പറയാൻ തയ്യാറാണ്. പക്ഷെ അരിച്ചിൽ വരുമ്പോൾ അതല്ല. പണക്കാരൻ്റെ ഒപ്പം കൂടിയ കാര്യമുണ്ട്, ഓനെ ലോക്യക്കാരനാക്കിയ കാര്യമുണ്ട്, MLA കൂടെ കാര്യമുണ്ട്, യൂസുഫ് അലിൻ്റെ സുഹൃത്തായ കാര്യമുണ്ട്, ഇന്നാളെ സുഹൃത്തായ കാര്യമുണ്ട്, മറ്റാളായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഗുണമുണ്ട്, ആ പോലീസുകാരൻ ആ DGP-നായിട്ട് ബന്ധമുണ്ടെങ്കിൽ കാര്യമുണ്ട്. അപ്പോൾ DGP-ന് ഒരാൾ പറയാണ് എനിക്ക് DGP-നായിട്ട് വല്ലാത്ത ബന്ധമാണോ, അപ്പോൾ ഓനോട് വലിയത് ബഹുമാനമായിരിക്കും.
സംഭവം എല്ലാം വലിയ ദീനൊക്കെ പറഞ്ഞ ആൾ തന്നെയാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഓനക്ക് മറ്റേ MLA ആയിട്ട് വലിയ ബന്ധമുള്ളതാണെന്ന് ഓ ആ മൂപ്പരായിട്ട് ബന്ധമുണ്ടോ, ആ വലിയ ബഹുമാനമായി, മൂപ്പരെ ബഹുമാനിക്കലായി, ആദരിക്കലായി. എന്താ കാരണം? കാരണം വലിയോനെ വലുതായിട്ട് ഇതൊക്കെ കാണുന്നതേ ഇവരൊക്കെ ഉപകരിക്കുന്ന മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു വസ്തുവിന് നമുക്ക് ഉപകാരം ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള യഖീൻ നമുക്കുള്ളിൽ ഉണ്ടായാൽ തന്നെ ഇതൊക്കെ പോകുള്ളൂ. അള്ളാഹിന് തൗഫീഖ് നൽകി. അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കണേ, ഖുർആൻ വ്യക്തമായി അതൊന്നും പഠിക്കാൻ തയ്യാറല്ല. നമുക്കാകെ അള്ളാഹിനെ നമ്മളതിനെ തിന്നിന് കുടിക്കണ് പോണ് തന്നെ ഇങ്ങനെ പോവാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശരിക്കും മനസ്സിലാക്കി നമ്മൾ പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്വവും ഗാംഭീര്യവും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ഇത് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാതെ ഇരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുട്ടികൾക്ക് തീരു കൊടുക്കണം. എപ്പോഴാണ്? ഏത് കാലത്താണ്? കാലത്ത് അവർ ബുദ്ധി വെക്കുന്ന കാലാവുമ്പോഴത്തിന് മദ്രസ പഠനം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ കുട്ടീനെ കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? ഈ കുട്ടീനെ കൊണ്ട് എനിക്ക് ദുനിയാവ് കിട്ടണം. ഇവൻ ഇനി അടുത്ത കോഴ്സ് പഠിപ്പിച്ചിട്ട് ഇനി ഓനെ ഡോക്ടറാക്കണോ, എഞ്ചിനീയർ ആക്കണോ, അതല്ല വേറെ എന്തെങ്കിലും ആക്കണോ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ, അതൊക്കെ നമ്മൾ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഓനെ മിസ്യൂസ് ചെയ്യാണ് നമ്മൾ. അള്ളാഹു അമാനത്തായ നമ്മുടെ സന്താനങ്ങളെ മിസ്യൂസ് ചെയ്തിട്ട് നമ്മളെ കാര്യം അതുകൊണ്ട് നമുക്ക് അഭിമാനം കിട്ടണം നമ്മൾ നോക്കുന്നത്. അപ്പം എന്തുണ്ടാവുക? അള്ളാഹു നമ്മൾക്ക് തന്നെ എന്തില്ല, അള്ള വലിയവനാണെന്നുള്ള മഹത്വം നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല. നമുക്ക് അൽ ഫുലൂസു അക്ബർ തന്നെയാണ്. രണ്ട്, ഇവനും എന്ത് ചെയ്യാണ്, ഈ കുട്ടിയും അങ്ങനെ മനസ്സിലാക്കുക. കുറെ കഴിഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അറിവ് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഈ അനുഭവങ്ങൾ വെച്ചിങ്ങാണ്ട് ഇവർ പോകുന്നത്. അപ്പം എന്താ, ആ കുട്ടികൾ പിന്നീട് എന്തായി മാറും? ചിലപ്പോൾ നിരീശ്വരവാദികളായി മാറും. അങ്ങനെ പോവാണത്. ഓനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾക്ക് ചിന്തിക്കാല്ല. നമ്മൾ പണം ഉണ്ടെങ്കിൽ എല്ലാമായി എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഉരുൾപൊട്ടൽ വന്നാൽ പോരെ. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ നമ്മളെ ധനവും പോയി, കുടുംബവും പോയി, സമ്പാദ്യവും പോയി, എല്ലാം പോയി. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു താല എന്തെല്ലാം പ്രവർത്തിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അള്ളാഹിന്റെ ഗാംഭീര്യത നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അള്ളാഹുവാണ് ഏറ്റവും വലിയവനാണെന്ന് മനസ്സിലാവും. അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാൻ നടക്കില്ല. എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിനോടുള്ള ഒരു ബഹുമാനവും ഒരു സ്നേഹവും വരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് 71-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയണത്? ഖുൽ നബിയെ തങ്ങൾ പറയണം, അഫറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഖൈറുല്ലാഹ് യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ. ഖുൽ നബിയെ തങ്ങൾ പറയണം, അറഅയ്തും നിങ്ങൾ കാണുന്നില്ലയോ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ, അള്ളാഹു എങ്ങാനും ഈ രാത്രിയെ സദാസമയവും ഈ രാത്രി തന്നെയാക്കി മാറ്റുകയാണെങ്കിൽ, ഒന്ന് ചിന്തിച്ചു നോക്ക്. സദാസമയം രാത്രി എന്നായി മാറിയാലുള്ള കഥ. സൂര്യൻ ഉദിക്കുന്നില്ല, എപ്പോഴും രാത്രി. കുറച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ ആകെ നമുക്ക് വെളിച്ചത്തിന് കത്തിക്കണ ലൈറ്റുകൾ ഇതൊക്കെ കേടും. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് വൈദ്യുതി സൗരോർജത്തിൽ നിന്നാണ്. സൗരോർജം ഉണ്ടാകുന്ന സൂര്യൻ വേണ്ടേ, രാത്രി മാത്രമായാൽ അതില്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് വെള്ളത്തിൽ നിന്ന്, വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വെള്ളം ഉണ്ടാവണമെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രോസസ്സ് നടക്കണം? സമുദ്രം വേണം. സമുദ്രത്തിൽ വെള്ളം നീരാവിയായി പോകണം. ഈ നീരാവിയായി പോകാൻ സൂര്യൻ വേണ്ട, ചൂട് വേണ്ട, നീരാവിയായി പോകുന്നില്ല. നല്ല ഘനീഭവിച്ച് വീണ്ടും മഴയായിട്ട് വരിക. അങ്ങനെ സസ്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും ഓക്സിജനും കാര്യങ്ങളൊക്കെ വേണം. ശരിയല്ലേ? അതെല്ലാം ഇല്ലാതാവും, നശിച്ചു പോകും പ്രപഞ്ചം. വെറും ഒരൊറ്റ പ്രോസസ്സ് നിന്നാൽ മതി. അല്ലാഹ് സൂര്യനെ മാറ്റി നിർത്തി രാത്രിയെ സദാസമയമാക്കി മാറ്റിയാൽ
അള്ളാഹു ചോദിക്കുകയാണ്, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ രാത്രി അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലിയാ, അല്ലാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരിക. അപ്പൊ അള്ളാഹ് പറയുന്നത് എന്താണ്? ഈ രാത്രി കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം കൊണ്ടുവരുന്നത് അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ഇലാഹില്ല. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹ് വേണ്ടേ നിങ്ങൾക്ക് വേറെ വെളിച്ചം കൊണ്ടുവരാൻ? കാരണം ഇതെല്ലാം സംവിധാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. അതാ പറയുന്നത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹു തആല എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ നേരമില്ല, നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നേരമില്ല. അള്ളാഹിനോടുള്ള ഗാംഭീര്യത, അള്ളാഹിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്നൊരു ചിന്ത വേണ്ടേ? നമ്മൾ ഈ അള്ളാഹു സംവിധാനിച്ച എന്തൊക്കെ സംവിധാനിച്ച് നമുക്ക് വേണ്ടിയിട്ട്, ഈ ജന്തു ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട്, സൂര്യൻ, അതിന് ചുറ്റുന്ന ഗ്രഹങ്ങൾ അല്ലേ, ഗാലക്സികൾ, ലോക്കൽ ഗ്രൂപ്പുകൾ, ഭൂമിയെ തന്നെ മനുഷ്യന് വേണ്ടിയിട്ട് ഭ്രമണവും ഉപക്രമണവും, അങ്ങനെ അള്ളാഹു രാത്രി നൽകുന്നു, പകൽ നൽകുന്നു, ഇതെല്ലാം ചെയ്ത് ഇതിൽക്കൊന്നും ചിന്തയില്ല. ഇത് ആരാ ചെയ്യണമെന്ന് ചിന്തയില്ല. അതൊന്നും ചിന്തിക്കാതെ അല്ലേ തിന്ന് കുടിച്ച് പിന്നെന്താണ്, ഇനി അവിടെ പോയാൽ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശിക്ഷിക്കണ്ട എന്നുള്ള നിലക്കൊരു നിസ്കാരവും നോമ്പും കാര്യവും ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അള്ളാഹിനെ ചിന്തിക്കാൻ നേരമില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ. ശരിക്കും നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടാണ്. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ അള്ളാഹു അല്ലാത്ത വേറെ ഏത് ഇലാഹാണുള്ളത്? അള്ളാഹിൻ്റെ കൂടെ ആരുമില്ല. അഫലാ തസ്മഊൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, ഇങ്ങനെയൊക്കെ ആയിരിക്കെ നിങ്ങൾ കേട്ടറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കേട്ടറിയുന്നില്ലയോ? അള്ളാഹുവിനെ സംബന്ധിച്ച് കേട്ടറിയുന്നില്ലയോ? വസ്തുതകൾ കേട്ടറിയുന്നില്ലയോ? പിന്നെ ചോദിക്കുകയാണ് 72-ാമത്തെ ആയത്തിൽ, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. ഖുൽ അറഅയ്തും, നബിയെ പറയുക, അറഅയ്തും നിങ്ങൾ കാണുന്നില്ലയോ, ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദാ, ഇനി അല്ലാഹു തആല നിങ്ങളുടെ മേലെ ഈ പകലങ്ങനെ നിരന്തരമായി നിലനിർത്തുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വെറും പകല് മാത്രം, രാത്രി ഇല്ല. പകലിലുള്ള 12 മണിക്കുള്ള സൂര്യൻ അങ്ങോട്ടും പോണില്ല ഇങ്ങോട്ടും പോണില്ല, മധ്യത്തിൽ അങ്ങനെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പിന്നെയും രാത്രിയും വൈകുന്നേരം രാത്രിയൊക്കെ ആവുമല്ലോ. അങ്ങനെ നിൽക്കണം. 12 മണിക്കുള്ള ആ സൂര്യൻ, എന്താ ചൂടിപ്പോൾ, ആ പതക്കുന്ന സൂര്യൻ അങ്ങനെ നിൽക്കുകയാണ്. രാത്രി തീരെ വരുന്നില്ല, അതേ നൃത്തം ഖിയാമത്ത് നാൾ. ചിന്തിച്ച് നോക്കുക, വല്ലവരും കൊടുക്കുക. എന്തൊരു വാക്കാ അല്ലാഹ് പറയണതെന്നറിയോ? പരിശുദ്ധമായ വചനം ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് അല്ലാഹ് പറ, നമ്മൾക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹം ഈ രാത്രിയിൽ എന്തൊരു വലിയ അനുഗ്രഹമാണ് ഈ രാത്രി നൽകിയതെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല. അല്ലാഹ് ഈ രാത്രി നൽകുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകി. അല്ലാഹ് പറയാണ് എന്തിനാണ് അത് തരുന്നത്. അല്ലാഹു തആല പറയാണ്, യഅതീകും ബിലൈലിൻ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, അല്ലാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾ ശാന്തരായിരിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള രാത്രി നിങ്ങൾക്ക് കൊണ്ടുവരുന്നവൻ. അല്ലാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് ഇങ്ങനെയുള്ള രാത്രി കൊണ്ടുവരാനുള്ളത്? അള്ളാഹു എങ്ങാനും രാത്രി നിങ്ങൾക്ക് തരുന്നില്ല, ഖിയാമത്ത് നാൾ വരെ പകല് തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിരിക്കുവാൻ, നിങ്ങൾക്ക് ശാന്തമായി ഒന്ന് ഉറങ്ങുവാൻ, നിങ്ങൾക്കൊന്ന് ക്ഷീണം മാറ്റുവാൻ, നിങ്ങൾക്കൊന്ന് ശരീരത്തെ തണുപ്പിക്കുവാൻ, നിങ്ങൾക്കൊരു ശാന്തതയുണ്ടാകുവാൻ, അതിനൊക്കെയല്ലേ രാത്രി. എത്ര വലിയ അനുഗ്രഹമാണ് രാത്രി നൽകിയത്. വേറെ ആരാണുള്ളത് എന്ന് ചോദിക്കുന്നത്. അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടറിയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടറിയുന്നില്ല? അറിവിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലാഹു തആല. കണ്ട, അല്ലാഹ് നൽകുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹ് പറയാണ്. ഈ അല്ലാഹ്ക്ക് മാറ് കാണിച്ച് നടക്കുകയാണ്.
ഈ അള്ളാഹു തആലാക്ക് മാറ് കാണിച്ച് നടക്കുക. എന്താ കാരണം? അള്ളാഹു അക്ബറല്ല, അള്ളാഹു ഏറ്റവും വലിയവനാണ്, മഹത്വമുള്ളവനാണെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് കേൾക്കണം, പഠിക്കണം, അറിയണം, കാണണം, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്തിക്കണം, ആ അനുഗ്രഹങ്ങളെ അള്ളാഹിൻ്റെതായിട്ട് മനസ്സിലാക്കണം. അത് നിരന്തരം ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കണം, പരിചിന്തനം നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അള്ളാഹു തആലയാണ് ഏറ്റവും വലിയവൻ എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ വരുള്ളൂ. കാരണം എന്താ? നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കൊണ്ടുള്ള ഈ ലോകത്തേക്ക് അള്ളാഹു തആല വിട്ടിട്ട് ഇതൊരു പരീക്ഷണമായി വിട്ടിക്കാണ്. അള്ളാഹു തആല അവൻ്റെ പ്രവർത്തനം മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുമേൽ കിടന്ന് കളിക്കും. അപ്പം അതുകൊണ്ട് എന്താണ്? ഇത് വലുതായിട്ട് തോന്നും. അതാണ് അൽഫുലൂസു അക്ബർ. അങ്ങനെ അത് വലുതായി തോന്നിയത് ചെയ്യാൻ തുടങ്ങും. ഇന്ന് കണ്ടില്ലേ, കുട്ടികൾ കണ്ടില്ലേ, തോന്നിയത് ചെയ്യണത് കണ്ടില്ലേ? അവനക്കിപ്പോൾ എന്താ തോന്നിയത് ചെയ്യണം? എന്തുകൊണ്ടാ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആരെയും പേടിയില്ല. ആരും എന്ത് ചെയ്യാനവിടെ? എന്നെ ആരെന്ത് ചെയ്യാനവിടെ? ഗവൺമെൻറ് പോലും എനിക്ക് സപ്പോർട്ട്, എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ മാതാപിതാക്കൾ പോലും സപ്പോർട്ട്. എവിടുന്ന് സപ്പോർട്ട് തുടങ്ങി? മാതാപിതാക്കൾ ചെറുപ്പം മുതൽ എനിക്കനുസരിച്ച് നിന്ന്. സോഷ്യൽ മീഡിയയിലുള്ള മഹാന്മാരായ ചിന്തകന്മാർ സോഷ്യൽ മീഡിയയിൽ ഇന്നും പറയുന്നത് എന്താണ്? അല്ലേ? കുട്ടികളെ ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും തലക്കടിച്ചു കൊന്നിട്ടും, അധ്യാപകർ നേരെ ആക്രമണം അടിച്ചു വിട്ടിട്ടും, സ്വന്തം അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് പോലും അവൻ്റെ സുഹൃത്തിനെ കൊന്നിട്ടും ഇന്നും വലിയ വലിയ ചിന്തകന്മാരെന്ന് സോഷ്യൽ മീഡിയയിൽ വല്ല വർത്താനം പറയുന്ന ആൾക്കാർ പറയണത് എന്താ? കുട്ടികളോട് എന്ത് വേണമെന്നാണ് പറയണത്? കുട്ടികളോട് നമ്മൾ ഒരിക്കലും അവരോട് അങ്ങനെ പെരുമാറരുത്, ഇങ്ങനെ പെരുമാറരുത്. കുട്ടികൾ നമ്മളെക്കാൾ കുറച്ചുകൂടി അങ്ങോട്ട് മേലെ ഉള്ളവരാണ്. ഇന്നത്തെ കുറച്ചുകൂടി നമ്മളെക്കാൾ കുറച്ച് അങ്ങോട്ട് പോയി. അതുകൊണ്ട് അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. അവരോട് എന്ത് ചെയ്യരുത്? എപ്പോഴും എന്ത് ചെയ്യരുത്? കോപിക്കരുത്, ചീത്ത പറയരുത്, അവരെ ശാസിക്കരുത്, അവരൊരു മയത്തിൽ പെരുമാറല്ല. കുട്ടികൾ വഴികെട്ടു പോകും. ഈ കുട്ടികൾ ഈ വിധത്തിൽ വഴികെട്ടു പോയത് ഇതുകൊണ്ടാണ്. ഇപ്പോഴും അത് മനസ്സിലാവണില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. കുട്ടികൾ ഈ രംഗത്തെത്തിയത് കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ അവരോട്, നല്ല രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തെറ്റ് കണ്ടാലൊക്കെ നല്ല എന്താ പറയുക, തന്തവൈഭാവാതെ സംസാരിക്കണം. തെറ്റ് കണ്ടാലോ സാരല്ല, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവരോട് കൊണ്ടുപോകണം. എന്നാൽ കുട്ടികൾ നന്നാവും. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഈ അവസ്ഥയിലെത്തിയത്. നമ്മൾ ചിന്തിച്ച് നോക്കി ശരിക്കും എപ്പോഴാണ് നമ്മൾ പഠിക്കുക? ഇതിനുള്ള മാർഗം എന്താണെന്ന് അറിയാമോ? ഇതിനുള്ള മാർഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. നമ്മൾ കുട്ടികളെ നേരാക്കാനുള്ള ഒരേ ഒരു മാർഗമാണ്. നമ്മളുടെ സന്താനങ്ങളെ ദീന് പഠിപ്പിക്കണം. എപ്പോൾ? ചെറുപ്പത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുക. അതുപോലെ 14-15 വയസ്സ് മുതൽ ഇവർ പ്രായപൂർത്തിയായത് മുതൽ, ഇവർക്ക് വിവേകം മെച്ചുറാകുന്നത് മുതൽ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവർക്ക് ശരിക്ക് അള്ളാഹുവിനെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചും തൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ചും അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ചും അള്ളാഹിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചും അള്ളാഹു തആലാന്റെ അഹ്കാമുകളെ മാത്രമല്ല അവൻ്റെതായ ഗുണങ്ങളെ സംബന്ധിച്ചും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് സാധിക്കുന്ന വിധത്തിലുള്ള തൻ്റെ പരിപാലകനെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവരുടെ മാതാപിതാക്കളെയും അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതായ ഒരു തെക്കുവയുള്ള സൂക്ഷ്മതയുള്ള അള്ളാഹനെ അറിഞ്ഞ ഒരു പണ്ഡിതന്റെ അടുക്കൽ കുട്ടിനെ ഏൽപ്പിക്കെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തണം. അവൻ വരില്ല. കുട്ടികൾ എവിടെ നിന്ന് വരാം? കുട്ടികൾ പറയും അത് വേണം ഇത് വേണം. ഞാൻ അങ്ങോട്ട് കുട്ടികൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോവാണ്, എനിക്ക് അങ്ങോട്ട് പോവാണ്ട് ഇങ്ങോട്ട് പോകണം. അവർ വരില്ല. കാരണം അവരങ്ങനെയാണ്, ടീനേജാണ്. അപ്പം മറ്റവർ പറയണത് എന്താണ്? അങ്ങനെ ആകുമ്പോൾ അവർ ഇഷ്ടത്തിനൊക്കെ കുറച്ച് വിട്ടുകൊടുക്കണം. വിടരുത്. അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോഴും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. അപ്പോഴും കയറ് നമ്മളെ കയ്യിൽ വേണം. ഇന്നത്തെ കാലം അതാണ്, അനുഭവങ്ങളാണ്. എന്നിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണം.
അത് പൊതുവായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. പൊതുവായിട്ടുള്ള സോഷ്യലായിട്ടുള്ള എന്താ പറയുക, ഒരു പൊതുവായിട്ടുള്ള ആളുകളെ സംസ്കാര സമ്പന്നരാക്കാനുള്ള സ്വഭാവികളാക്കാനുള്ള സോഷ്യൽ ക്ലാസ്സുകൾ പല ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ പഠിച്ചെടുത്ത് പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവരെ അങ്ങനെ എന്താ പറയുക ഒരു സോഷ്യൽ ക്ലാസ്സുകൾ നടത്തുന്ന സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ ക്ലാസ്സുകൾ കേൾപ്പിച്ചുകൊണ്ട് കാര്യമായില്ല. അത് ആ സന്ദർഭത്തിൽ ഒരു സുഖം കിട്ടും, ഒരു വലിയ സംഭവമായിട്ട് തോന്നും. അതുകൊണ്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള ആത്മീയമായ ജ്ഞാനമുള്ള ഇവരുടെ മനസ്സറിയാൻ സാധിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും സംബന്ധിച്ച് അറിഞ്ഞതായ ഒരു വ്യക്തിയുടെ അടുക്കല കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. സൃഷ്ടാവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. സൃഷ്ടാവിനെ സംബന്ധിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്നാലേ പറ്റുള്ളൂ, അവർ നേരാവുള്ളൂ. ഇവർക്ക് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഒന്നിനെയും താങ്ങാനുള്ള കഴിവില്ല. കൊലപാതകം ചെയ്യുമ്പോൾ, കുട്ടികൾ പോയിട്ട് മറ്റുള്ളവരെ സുഹൃത്തുക്കളെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ, അതൊക്കെ MDMA എന്താണ് എനിക്കതിൻ്റെ പേരറിയില്ല പൂർണ്ണമായിട്ട്. ഹാൻസ് നാളെ ഹയർ സെക്കൻഡറി ഉള്ളൊരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞതാണ്, പഠിക്കുന്ന കുട്ടി, ഉസ്താദെ എന്താണ് കൂലിപ്പ് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ ക്ലാസ്സിലുള്ള പലരും. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് മാത്രം. പലതും ഹാൻഡ്സ് ആയാലും കഞ്ചാവായാലും മറ്റുള്ള മയക്കുമരുന്നുകളാണ്, ഇതൊക്കെ ഇതുകൊണ്ടാണ് കുട്ടി മറ്റുള്ള കുട്ടികളെ കൊല്ലുന്നതെന്ന് മനസ്സിലാക്കേണ്ട. അതൊന്നല്ല, ഇവർക്ക് താങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കണേ, സഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കണേ. അവർക്കൊരു പ്രശ്നം വരുമ്പോഴത്തിന്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അതൊക്കെ പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുകയാണ്. അവർക്ക് സഹിക്കാനുള്ള ടെൻഡൻസി അവർക്കില്ല ഉള്ളിൽ. അവർക്ക് തോന്നിയത് ചെയ്യണം. അവർക്ക് എന്താ തോന്നിയത് അത് പ്രവർത്തിക്കണം. തെറി വിളിക്കാൻ തോന്നിയാൽ തെറി വിളിക്കുക, അടിക്കാൻ തോന്നിയാൽ അടിക്കുക, തല്ലാൻ തോന്നിയാൽ തല്ല, കൊല്ലാൻ തോന്നിയാൽ കൊല്ലുക, തൂങ്ങാൻ തോന്നിയാൽ തൂങ്ങുക, ആത്മഹത്യ ചെയ്യാൻ പോയാൽ ആത്മഹത്യ ചെയ്യുക. തോന്നിയത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അവർ ഉള്ളിൽ വരുന്നത് പ്രവർത്തിക്കണം. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും എന്തുകൊണ്ടാ അങ്ങനെ പഠിപ്പിച്ച്? സഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ തെറ്റ് കാണുമ്പോൾ നല്ല കൊട്ട് കൊടുത്തിട്ടേ കൊട്ട് കൊടുത്ത് വളർത്തിയ കുട്ടികളാണെങ്കിലുണ്ടല്ലോ, നമ്മളെ ഗുരുനാഥൻ പറയും, തല്ലുക തലോടുക. തല്ലിയാൽ മാത്രം പോരാ, തല്ലിയത് എന്തിനാണെന്നുള്ള കുട്ടിക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തല്ലാനാ പാടുള്ളൂ, അല്ലാതെ എന്താ പീഡിപ്പിക്കരുത്, അക്രമം ചെയ്യരുത് കുട്ടികളോട്. ചെറിയ തല്ലൊക്കെ തല്ലണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? മനസ്സിലാക്കി കൊടുക്കുക, ഇന്നതിനാ മോനെ തല്ലിയത് എന്ന്. എന്നിട്ട് അത് മാത്രം പോരാ, സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവനോട് പെരുമാറണം. അവന് ആവശ്യമുള്ള കാര്യങ്ങളും ഹലാലായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ വാപ്പന്നെ ചെയ്തു കൊടുക്കും വേണം. അതോടുകൂടി തെറ്റ് കാണുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം, ഗൗരവപ്പെടേണ്ടത് ഗൗരവപ്പെടന്നെ വേണം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ? ഈ കൊട്ടും മുന്തം കിട്ടുമ്പോൾ കുട്ടിക്ക് ചെറുപ്പം മുതലേ സഹിച്ചിട്ടുള്ളൊരു പരിചയം ഉണ്ടാവും. എന്നിട്ടും ആ ഉപ്പാന്റെ കൂടെ നിന്ന് ഉപ്പാനെ അനുസരിച്ച് ഉപ്പാന്റെ അടുത്ത് നിന്ന് ഉപ്പാനെ എന്നിട്ടും ഉപ്പാനെ സ്നേഹിച്ച് ആ കുട്ടികൾക്ക് നല്ല സ്നേഹം ഉണ്ടാവും. അങ്ങനെ വളർന്നു കുട്ടി, എൻ്റെ ഉപ്പ അങ്ങനെ തല്ലി വളർത്തിയോണ്ടാണ് ഞാൻ നേരെ എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവും. മാത്രമല്ല ഓന ഇതിനൊന്നും ആത്മഹത്യ ചെയ്യാൻ പോവില്ല. തോന്നിയൊന്നും ചെയ്യാൻ നല്ല പക്വത ഉണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ വളർന്നത്. ഇന്നിപ്പോൾ എന്താ? അധ്യാപകർക്ക് തല്ലാൻ പാടില്ല, അധ്യാപകർക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, പാപ്പാക്ക് തല്ലാൻ പാടില്ല, ആർക്കും പോലീസുകാർക്ക് തല്ലാൻ പാടില്ല, പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പാടില്ല. ആരത്? ഗവൺമെൻറ്റിൻ്റെ നിയമ. ഓർക്കൊന്നും കൂടി പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുക്കണം. ഓർക്കൊരു ഹീറോയിസം തോന്നണം. ഇനി എല്ലാ കുട്ടികൾക്കും തോന്നണം നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ, വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റും, ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ തോന്നണം. ഇങ്ങനെ പോണത്. അധ്യാപകർക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, അധ്യാപകർ തല്ലാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുട്ടികൾ ഇങ്ങോട്ട് അധ്യാപകരെ തല്ലാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണ്ടേ? ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ? അധ്യാപകരെ ഏതാനും തല്ലില്ല, എന്നാൽ കുട്ടികൾ അങ്ങോട്ട് എല്ലാം തുടങ്ങി. മാതാപിതാക്കൾ ഇങ്ങോട്ടൊന്നും ചെയ്യണില്ല, കുട്ടികൾ അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും തല്ലണം എന്നല്ലേ പറയണത്, തല്ലൻ്റെ അടുത്ത് തല്ലന്നെ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത് മുത്തുനബി പറഞ്ഞതാ ശരി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലേക്ക് സന്ദേശം അയച്ചു കൊടുത്തിട്ട് അതാ റസൂൽ പറഞ്ഞത്. അത് വെറുതെ ആവൂല.
7 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തല്ലൊക്കെ ഒന്ന് തല്ലണം ആ കുട്ടികളെ. അങ്ങനെ തല്ല് കിട്ടിയിട്ട് സഹിച്ച് ആ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത് കിട്ടും, അപ്പോൾ അത് കിട്ടും. അപ്പോൾ പിന്നെ ഓനത് ചെയ്യൂല. മാത്രമല്ല ഒരു സഹനം വരും. ആ കുട്ടി എവിടെ ഉറച്ചു നിൽക്കും. സഹിച്ച് പരിചയമുണ്ടോ എനിക്ക്. മറ്റതല്ല, എന്ത് പറഞ്ഞാലും തലോടിയിട്ടും ഇത് ചെയ്തു, എന്ത് പറഞ്ഞാലും ഓനെ സ്വതന്ത്രമായിട്ട് അങ്ങനെ വിട്ടു കഴിഞ്ഞിട്ട് ഓൻ അങ്ങനെ വളരും. കുറെ കഴിഞ്ഞാൽ ആദ്യം കൂടെ ഉപ്പാൻ്റെ അടുക്കൽ വന്ന സുഹൃത്തിൻ്റെ മുഖം കടിക്കും, കൈ കടിക്കും, വടിയെടുത്തിട്ട് ഓരോന്ന് കൊടുക്കുമ്പോഴേക്ക് പിന്നെ വാപ്പാനെയും തല്ലാൻ തുടങ്ങും. അങ്ങനെ തന്നെ. കാരണം മോനോട് അന്ന് ചെയ്യാൻ പാടില്ലല്ലോ. മോനല്ലേ അത്, ചെറിയ കുട്ടിയല്ലേ എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ എല്ലാവരെയും. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്കെപ്പോഴും പറയാനുള്ളത് 14-15 വയസ്സായാൽ നിങ്ങൾ പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും നിങ്ങൾ ശരിയായ നല്ലൊരു വിശ്വസ്തനായ ഒരു ഗുരുനാഥനെ മതപരമായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകെ നമ്മളെ മനസ്സിൽ വരുന്ന എന്താണ്? ഒതുടുക്കാൻ പഠിക്കുക, ഒതുവിൻ്റെ ഫർളുകൾ, ഒതു മുറിയുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിസ്കാരം മുറിയണ ഈ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങൾ മതത്തിൻ്റെ ഒരു പ്രധാനമായൊരു ഭാഗമാണ്, ഒരു ഘടകമാണ്. ആദ്യമായി കുട്ടികൾക്ക് ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവേകം ബുദ്ധിയും വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അള്ളാഹു ആരാണ്, അവൻ്റെ പ്രവർത്തനം എന്താണ്, അവൻ എന്തിനെല്ലാം കഴിവുള്ളവനാണ്, ഇതൊക്കെ അവനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അവനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, അവന് നമുക്ക് എന്തെല്ലാമാണ് ചെയ്തു തരുന്നത്, ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടി നേരവും. അങ്ങനെയാണ്. ദുനിയാവിനോടുള്ള മഹബത്താണ് എല്ലാത്തിൻ്റെയും നാരായ പേര്. മനസ്സിലായി? മഹാനായ സഅലബ റളിയല്ലാഹു സഹാബാക്കളെ പോലും ദുനിയാവ് പറ്റിച്ചിട്ടുണ്ട്. സഹാബാക്കളെ പോലും വിട്ടിട്ടില്ല. മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ സഹാബിയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് ചോദിക്കണം, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ ദുആ ചെയ്യണം, കുറച്ച് ദുനിയാവ് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം, ദുനിയാവിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയും, സഅലബ അത് പറയണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നീങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഉപദേശം, ആ വിധത്തിലുള്ള ആശയമുള്ള ഉപദേശം കൊടുത്തു. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് തരാണെങ്കിൽ, ഇനി ദുനിയാവ് കിട്ടുകയാണെങ്കിൽ, അള്ളാഹ് തരാണെങ്കിൽ ഞാൻ അതിൻ്റെ ഹക്കൊക്കെ വീടിക്കോളാം, കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളാം, അങ്ങനെയൊക്കെ പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ച് റസൂലുള്ളാഹി ദുആ ചെയ്ത് കൊടുത്തു. ഞാൻ ചുരുക്കി പറയാണ്, എല്ലാവർക്കും അറിയുന്ന ഹദീസിൽ വന്ന സംഭവമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആടുകൾ വർദ്ധിച്ചു. കൂടുതലായപ്പോൾ അദ്ദേഹം മദീനത്ത് നിന്ന് വിട്ട് ഒരു വാദിയിൽ പോയി താമസിച്ചു. അദ്ദേഹത്തിന് വീണ്ടും അതിൽ മസ്റൂഫിയത്ത്, അതിലൂടെ ഇടപഴകേണ്ട കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ വന്നിരുന്ന ആൾ പിന്നെ 2 നേരമൊക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ജുമാക്ക് മാത്രം വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജുമാക്ക് വരാതായി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വരാതായി. അങ്ങനെ ഒരു അവസ്ഥ വന്ന ടൈമിലാണ് ഖുർആൻ്റെ ആയത്ത് ഇറങ്ങുന്നത്. ഖുദ് മിൻ അംവാലിഹിം സദഖ, നബി അവരിൽ നിന്ന് സദഖയായിക്കൊണ്ട് മുതൽ പിടിച്ചെടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ബനൂ സലീമിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, ബനൂ സലീം ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളെ നിയമിച്ചു എല്ലാവരും സദഖ വാങ്ങാൻ വേണ്ടിയിട്ട്. അവരുടെ ഗോത്രത്തിൽ നിന്നുമുള്ള ഒരാളിൽ നിന്നും വാങ്ങാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. സഅലബ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ പറഞ്ഞു. ഇവർ പോയി സഅലബ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ടാക്സ് പോലെയാണ് തോന്നുന്നത്, അപ്പോൾ അത് എനിക്ക് തരാൻ ഒരു പ്രത്യേക പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഫാരിഗാവുമ്പോൾ നിങ്ങളുടെ വരി, അതിൽ നിന്ന് ഒഴിവാകുമ്പോൾ വരി, അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് ഒഴിവായപ്പോൾ അവരെന്ത് ചെയ്തു, സഅലബ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കടലാസ് കാണിച്ചു കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഇതിൻ്റെ രൂപം കണ്ടിട്ട് ഒരു ടാക്സിൻ്റെ രൂപം പോലെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട്, അവ ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരായിക്കോട്ടെ, അവർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇതേപോലെ ചോദിച്ചു. അദ്ദേഹം അന്നത്തെ പണക്കാരനാണ്, ഒട്ടകങ്ങളെ കൊണ്ട് വലിയ ധനികനായ ആളാണ്. മൂപ്പരെന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ പാടനെ വേഗം പോയി ആ ഉള്ള ഒട്ടകത്തിൽ നിന്ന് ചുവന്ന ഏറ്റവും വില കൂടിയ വലിയൊരു ഒട്ടകത്തിനെ കൊണ്ടുവന്ന് സക്കാത്തായിട്ട് സദക്കയായി കൊടുത്തു.
അവർ പറഞ്ഞു ഇത്ര വലുത് സദക്കയായിട്ട് ഇങ്ങനെ ഏറ്റവും വലിയ മുതൽ തരണമെന്നില്ല, അതിനുള്ളൊരു ചെറിയൊരു ഇത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയും അള്ളാൻ്റെ ദീൻ്റെ കാര്യമല്ലേ, അള്ളാൻ്റെ റസൂൽ പറഞ്ഞല്ലേ, നമുക്ക് സന്തോഷമുള്ളൂ ആ കാര്യത്തിൽ, അള്ളാൻ്റെ ദീനിന് വേണ്ടി കൊടുക്കണല്ലേ എന്നുള്ള ആശയം വരുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു, സന്തോഷമായിട്ട് വന്നു. അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഈ സഹാബികൾ ഈ വിഷയവുമായിട്ട് വരുമ്പോഴത്തിന് തന്നെ അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അഫ്സോസ് താലബ, താലബ, സങ്കടം, വല്ലാത്ത വിഷമമായിരിക്കുന്നു എന്നുള്ള വിധത്തിൽ റസൂൽ സംസാരിക്കാൻ തുടങ്ങി. അവർ ഈ അവരുടെ ഗോത്രത്തിലുള്ള ആൾ ഒട്ടകം തന്നതൊക്കെ പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെ സാലബ റളിയല്ലാഹു അൻഹു കാര്യം അവരുടെ മുന്നിൽ അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ അവർ വെച്ചു. എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അള്ളാൻ്റെ റസൂലൊന്നും മുണ്ടിയില്ല. പക്ഷെ അള്ളാൻ്റെ ഭാഗത്ത് വഹി വന്നു അദ്ദേഹത്തിനെതിരായിക്കൊണ്ട്. ആ വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ അത് അവിടെ സഹാബക്കളുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബക്കാരെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സഹാബി ഉണ്ട്. ആ സഹാബി ഓടിപ്പോയി സാലബ റളിയല്ലാഹു അടുക്കൽ പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ മരിക്കട്ടെ, അതായത് ഉമ്മ മരിച്ചാലും വലിയ ആപത്തിൽ അതിനേക്കാൾ വലിയ ആപത്താണ് വന്നിരിക്കുന്നത്, നിങ്ങളെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു, നിങ്ങളെ ഉമ്മ മരിച്ചു പോകട്ടെ, എന്താണ് നിങ്ങൾക്കെതിരായിട്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ആയത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വേജാറായി മുതലൊക്കെ എടുത്തും കാണാൻ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ സാലബ പറഞ്ഞതാണ്. ഇപ്പോൾ അള്ളാൻ്റെ റസൂൽ തെറ്റുപറ്റിയിരിക്കുന്നു, ഇതാ സക്കാത്ത്, ഇതാ എൻ്റെ സക്കാത്ത് തന്നിരിക്കുന്നതാണ് കൊടുത്തു. അള്ളാൻ്റെ റസൂൽ വാങ്ങിയില്ല. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അള്ളാഹു തആല നിങ്ങളെ സക്കാത്ത് വാങ്ങരുത് എന്നാണ് കൽപ്പന, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റും. പല നിലക്കും പറഞ്ഞു റസൂൽ, ഒരു നിലക്കും വാങ്ങാൻ അത് നിഷേധിച്ചു. അള്ളാഹിൻ്റെ ഭാഗത്ത് കൽപ്പന വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ അദ്ദേഹം വിഷമിച്ച് തലയിൽ മണ്ണിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു എന്ത് പ്രവർത്തനമാണിത്, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അതിനുവേണ്ടി ദുആ ചെയ്യിപ്പിക്കല്ലേ എന്ന്, അത് വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞാണ് എന്നുള്ള വിധത്തിൽ അള്ളാഹിൻ്റെ റസൂൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പോയി അവിടുന്ന്. ശേഷം അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലഘട്ടത്തിൽ വീണ്ടും ഇദ്ദേഹം വന്നു എൻ്റെ അടുക്കൽ നീ സക്കാത്ത് എടുക്കണം എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിക്കാത്ത ഒന്നിനെ അള്ളാഹിൻ്റെ റസൂൽ സ്വീകരിക്കാത്തതിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മടക്കി അയച്ചു. ശേഷം സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് വീണ്ടും വന്നു, സക്കാത്തുകളെല്ലാം കൊണ്ടുവന്നു. അങ്ങിങ്ങനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് എന്നവരും സ്വീകരിക്കാത്ത ഒരു മുതൽ സക്കാത്ത് ഞാൻ സ്വീകരിക്കില്ല എന്ന്, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മടക്കി അയച്ചു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ ശരിയാണ്. സഹാബിയായിട്ട് പോലും അവർക്ക് പോലും അത് വന്നെങ്കിൽ, അത് പിഴവിലേക്ക് പോയെങ്കിൽ നമ്മളെ മനസ്സിൽ വരുന്ന ശരിയാണെന്ന് തോന്നുന്നത് ശരിയാണ് എന്നിങ്ങനെ നമ്മൾ ഉറപ്പിക്കും. നമ്മൾ എവിടെ കിടക്കുന്ന സഹാബിവര്യന്മാരെവിടെ, അവർക്ക് പോലും ഇങ്ങനത്തെ ഒരു ചിന്ത വന്നു പോയെങ്കിൽ ദുനിയാവ് വന്നപ്പോൾ നമ്മൾക്ക് വരാൻ സാധ്യതയില്ല. എത്ര പണ്ഡിതന്മാരാണ് പണം കുന്നുകൂടിയപ്പോൾ, പണം കൂടുതലായപ്പോൾ പിന്നെ അതിൻ്റെ ആളുകളായി മാറി, പിന്നെ പണത്തിൻ്റെ പിന്നാലെ പോയി തൻ്റെ ദീന് പോലും മറന്നുകൊണ്ട്, തെക്കുവ പോലും മറന്നുകൊണ്ട് പണം ഇനി എങ്ങനെയൊക്കെ കരസ്ഥാക്കാൻ പറ്റും അതിൻ്റെ പിന്നാലെ ഓട്ടമായി. ദുനിയാവിനുള്ള ഹുബ്ബ് ഉള്ളിലുണ്ടായതുകൊണ്ട്, ഈ ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മൗലയായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഇയ്യാകും വഹുബ്ബദ് ദുനിയ, ദുനിയാവിൻ്റെ ഹുബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹാ റഅ്സു കുല്ലി ഖതീഅത്തിൻ, കാരണം തീർച്ചയായും അത് എല്ലാ തെറ്റുകളുടെയും തലപ്പാണ്. വബാബു കുല്ലി ബലിയത്തിൻ, എല്ലാ ആപത്തുകളുടെയും വാതിലാണ്, കവാടമാണ്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ പിഴച്ചു പോകും. ഇതിനെ ഇലാഹാക്കി വെക്കണ്ട, ഈ പണത്തിനെ വലുതാക്കി വെക്കണ്ട. വലുത് അള്ളാഹു ആവണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കറിയണം, അല്ലെങ്കിൽ ആവൂല. നമ്മൾ അറിഞ്ഞതൊക്കെ ഈ പണം കൊണ്ടാണ് കാര്യം നേടുന്നതായിട്ടാണ്. ഈ പണം കൊണ്ടാണ് കാര്യം നേടുന്നതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ പണം തന്നെ ആവും നമുക്ക് വലുത്. ഇനി അത് ഇന്ന് അള്ളാഹും റസൂലും പറഞ്ഞതാണ് സത്യം, നമ്മൾ ഈ മനസ്സിലാക്കിയത് തെറ്റാണ് എങ്കിൽ എന്ത് വേണം? അള്ള വലുതാവണമെങ്കിൽ പണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണം. അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, ഈ പണം ഓലപ്പാമ്പ് മാത്രമാണ്, ഇതിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് നമ്മുടെ കാര്യകർത്താവ് എന്ന് അപ്പം മാത്രമേ മനസ്സിലാവൂ.
അത് ഈ ഒരു സംസാരം കൊണ്ടോ ആരുടെയെങ്കിലും ഒരു ഉപദേശം കൊണ്ട് മാത്രം ആവണമല്ല. കാരണം ഇത് കാലങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം മുതൽ ഇവിടെ ഹദീസിലും പരിശുദ്ധ ഖുർആൻ്റെ തഫ്സീറിലും ഹദീസുകളിലായിക്കൊണ്ടും മഹാന്മാരുടെ ചരിത്രങ്ങളിലായിക്കൊണ്ടും അവരെഴുതിയ ഗ്രന്ഥങ്ങളിലായിക്കൊണ്ടും ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാവണില്ല എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ശരി. അതിൻ്റേതായ ആളുകളുമായി സഹവസിച്ച് ഈ ദുനിയാവിനോടുള്ള മഹബത്ത് മനസ്സിൽ നിന്നും പോയി അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫ്യങ്ങളുമായി സഹകരിക്കണം എന്നർത്ഥം. അത് ദുനിയാവ് ഒരാളെടുത്തുണ്ട് എന്നതുകൊണ്ട് ഹുബുണ്ടായിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് മാരിഫത്തുണ്ടോ നോക്കിയാൽ മതി, തെക്കുവയുണ്ടോ നോക്കിയാൽ മതി. അങ്ങനത്തെ ആരിഫ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ട് മുറബിയായ ഷെയ്ഖുമാരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ ശിക്ഷണത്തിലിരുന്ന് ഇത് മാറ്റാൻ പരിശ്രമിച്ചോളി. ഓരോരുത്തരും അവരുടെ കാര്യം നോക്കി, ഞാൻ എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യം. കാരണം ഈ ദുനിയാവിലെ ഹുബുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടില്ല. ദുനിയാവിലെ ഹുബ് പോയാൽ അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ മാധുര്യം വരും. നിങ്ങൾക്ക് ഖബറിൽ മൺ റബ്ബുക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് അള്ളാണെന്ന് ധൈര്യമായി പറയാൻ പറ്റും, സന്തോഷമായി പറയാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഐശ്വര്യം ഉണ്ടാവും, നല്ല സന്തോഷമായി ജീവിക്കുക. കാരണം എന്താ, അള്ളാഹ് വലിയോനാ, ആ അള്ളാൻ്റെ ആളാണ് ഞാൻ. എനിക്കെൻ്റെ അള്ളാഹ് ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടാലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കെൻ്റെ റസൂൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹിനെ കൊണ്ട് സമാധാനിക്കും, അള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കും. പണം കൊണ്ട് സമാധാനിക്കുക, പണം കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് അവൻ്റെ അടുത്തുനിന്ന് പോവും. കാരണം അവൻ്റെ ഇഅ്തിമാദ് അള്ളാഹുവിനോടായി മാറി. അതിന് അള്ളാഹിനെ അറിയന്നെ വേണം. അള്ളാഹുവിനെ അറിയുന്നവരുമായി സമീപിക്കണം. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണമെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മളും. രണ്ട്, നമ്മളുടെ പ്രായപൂർത്തിയായിട്ടുള്ള 14 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരുന്ന ആളുകളുടെ സദസ്സിൽ പോയിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരുന്ന ശരിയായ ഹക്കായ മശായിഖന്മാരുടെ സദസ്സിൽ പങ്കെടുക്കണം. അവരുടെ ക്ലാസ്സുകൾ കേൾപ്പിക്കണം. സാധാ വയലോട് ഇത് പോവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയണം, ദീനിനെ സംബന്ധിച്ച് അറിയണം, ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അദബ് പഠിക്കണം. അദബ് പഠിപ്പിക്കുന്നവരാണിവർ. അള്ളാഹിനെ സംബന്ധിച്ചും അവൻ്റെ റസൂലിനെ സംബന്ധിച്ചും ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചും അറിയുന്ന ആളുകൾ യഥാർത്ഥ അദബ് പഠിപ്പിക്കുന്നവരാണ്. അത്തസവുഫ് കുല്ലുഹു അദബുൻ. തസവുഫ് എന്ന് പറയും മുഴുവൻ അദബാണ്. അങ്ങനെ അവരിൽ നിന്നും അദബ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ കൊലപാതകത്തിന് പോവില്ല, അവൻ പിന്നെ വ്യഭിചാരത്തിന് പോവില്ല, അവൻ പിന്നെ കക്കാൻ പോവില്ല, അവൻ പിന്നെ പറ്റിക്കാൻ പോവില്ല, അവൻ പിന്നെ തല്ലാൻ പോവില്ല. അവൻ അവൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നവനായി മാറും. അവൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവനായി മാറും. അവൻ അവൻ്റെ കുട്ടികളോട് കരുണ കാണിക്കുന്നവനായി മാറും. അവൻ അവൻ്റെ മുതിർന്നവരുമായി ബഹുമാനിക്കുന്നവനായി മാറും. അവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ആദരിക്കുന്നവനും ബഹുമാനിക്കുന്നവനുമായി മാറും. അവൻ പണ്ഡിതന്മാരെ ആദരിക്കുന്നവരായി മാറും. ഔലിയാക്കളെ ആദരിക്കുന്നവരായി മാറും. എല്ലാം ഉണ്ടാവും എൻ്റെ അടുത്ത്. നല്ല കുട്ടികളായി മാറും. ഇസ്ലാമിന് നല്ല ഒരു എന്താ പറയുക മുതൽക്കൂട്ടായി മാറും അവൻ. മനസ്സിലാവുന്ന? അതുകൊണ്ട് ദുനിയാവൊന്നും പോകില്ല. എങ്ങനെ ദുനിയാവ് പോകാനാണ്? നമ്മൾക്ക് ദീനുള്ള ഏതാൾക്കാർ ദുനിയാവ് പോയിക്കണം? നിങ്ങൾ ദുനിയാക്ക് ശരിയായ മണത്തിൽ ദീന് തഖ്വയോട് കൂടി ജീവിച്ച ആരാണ് ഇവിടെ ദരിദ്രരായിട്ടുള്ളത്? ഈ കാലഘട്ടത്തിൽ അള്ളാഹു ദരിദ്രരാക്കണില്ല അവരെ. കാരണം ഈ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു താല തഖ്വയോട് കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് വെറും അറിവുണ്ടായിട്ട് കാര്യമില്ല, അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അള്ളാഹ് ഇവിടെ ഇസ്സത്ത് കൊടുത്തിട്ട് കാണുന്നത്. എല്ലാ ബർക്കത്തുള്ള കൊടുക്കുക. പിന്നെ എന്തിനാ ഇതിൻ്റെ പിന്നാലെ പോകണം? സമാധാനത്തിൽ സന്തോഷത്തിൽ അള്ളാഹിനെ തൃപ്തിപ്പെട്ട് ജീവിച്ചൂടെ? അള്ളാഹ് ഈ റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുട്ടികളെയും അള്ളാഹു താല അവൻ തെക്കുവയുള്ളവരാക്കി മാറ്റട്ടെ. ഈ നോമ്പ് കൊണ്ട് തെക്കുവ നമുക്ക് സിദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم ارفع درجات جميع مشايخنا في درجات المقربين يا رب العالمين. اللهم اغفر لنا من فيوضاتهم وانفعنا بهم في الدارين. اللهم اغفر لجميع المؤمنين المؤمنات والمسلمين المسلمات الأحياء منهم والأموات. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار بجاه سيدنا محمد رسول الله صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته.